ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വൈഗ. ഇന്ന് നമുക്ക് എങ്ങനെയാണ് മുളക് ബജ്ജി ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് നമ്മുടെ മുളക് ബജ്ജി മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. ഈ ബജ്ജി മുളക് വാങ്ങി നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ അകത്തെ ആ സീഡൊക്കെ ഫുള്ളായിട്ട് റിമൂവ് ചെയ്യുക. ഇപ്പം നമുക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സീഡൊന്നും റിമൂവ് ചെയ്യേണ്ട. രണ്ടായിട്ട് കട്ട് ചെയ്തിടുമ്പോൾ കുറച്ചുകൂടെ ചെറിയ പീസസ് ആവും, കഴിക്കാനും നല്ല ഒരു ടേസ്റ്റ് ആവും. അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത്, എരിവ് വേണ്ടെന്നുണ്ടെങ്കിൽ ആ സീഡെല്ലാം റിമൂവ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യുക. അതിനുശേഷം നല്ല തിളപ്പിച്ച വെള്ളം നല്ല തിളച്ചതിന് ശേഷം ഈ ക്ലീൻ ചെയ്ത മുളക് അതിലോട്ട് ഡിപ്പ് ചെയ്ത് ഒരു 10 മിനിറ്റ് വയ്ക്കുക. തിളച്ച വെള്ളത്തിലിട്ട് ഒരുപാട് അത് കുക്ക് ചെയ്യരുത്. വെള്ളം തിളച്ചതും സ്റ്റവ് ഓഫ് ചെയ്തിട്ട് അതിലോട്ട് മുളക് ഇട്ട് വെച്ചിരുന്നാൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ മുളകിൻ്റെ എരിവൊക്കെ പോയി അതൊരല്പം സോഫ്റ്റ് ആവും. ആ സമയം കൊണ്ട് 1 കപ്പ് കടലമാവ്, അതിലോട്ട് 1/2 കപ്പ് അരിമാവും, പിന്നെ ഒരല്പം ഉപ്പ്, 1 നുള്ളു കായപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് വെള്ളം, ബേക്കിംഗ് സോഡ 1 നുള്ളു ബേക്കിംഗ് സോഡ. അത് വേണം എന്നുള്ളവർക്ക് മാത്രം ആഡ് ചെയ്യാം. ബേക്കിംഗ് സോഡ വേണ്ടാന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യുക, ഓപ്ഷണലാണ്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന മുളക് ഒന്നൊന്നായിട്ട് ഈ ബാറ്ററിൽ മുക്കിയെടുത്ത് ചൂടായ എണ്ണ പാനിലോട്ട് ഒഴിച്ച് 2 വശവും നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്ത് എടുക്കുക. നല്ല ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ള മുളക് ബജ്ജി റെഡി. താങ്ക് യു.